നമ്മുടെ ഭാഗ്യത്തിന് കിട്ടിയതാ. കണ്ടാ മതി മോനെ പുള്ളി തകർക്കും. അതേ നിൽക്കുന്നു. ഹലോ ഗൈസ്, ചെറുത് മുമ്പില് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ പുതിയ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് നമുക്ക് നമ്മുടെ ക്രൂ വലുതായിട്ട് നമുക്കൊരു ആർട്ട് ഡയറക്ടർ ഉണ്ട്, മാനേജർ ഉണ്ട്, പിന്നെ ഒരു ഡയറക്ടർ ഉണ്ട്, പിന്നെ നമുക്കൊരു എഡിറ്റർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളാണ് ഇന്ന് ഉപ്പിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് കറക്റ്റ് മാറ്റിയില്ലേ? കണ്ടില്ലേ, നമ്മള് ആദ്യം ഒന്നും ഇത് ശ്രദ്ധിക്കല്ലേ, ഇത് എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള മൂട്ടിലായിരുന്നു. കണ്ടില്ലേ, മാർക്കോയുടെ ഒഫീഷ്യൽ ഇതിങ്ങനെ ഇതിവിടെയാണ് ആയത്. അപ്പൊ ഇത് ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാല് അവിടെ പ്രശ്നം. അങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കാണ്. എന്താണ് നമുക്കറിയാം. ഇന്നത്തെ വിഷയം അങ്ങനെ പറയണം. ആ വിഷയം എന്ന് പറഞ്ഞാല് വിഷയം പറയണം. കാരണം എന്താ വെച്ചാ വിഷയം അറിയണ്ടാവും. നമ്മളെ റസൂലുള്ളയെ കുറിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് നമ്മളെ പഠനം കാണിച്ചു കൊടുക്കുന്ന ഇതിങ്ങനെ നമ്മള് ഓരോ വിഷയത്തിനെ കുറിച്ച് പഠിക്കുന്ന പഠനങ്ങളാണ്, നമ്മൾ കേൾക്കുന്ന ലെക്ചേഴ്സ് ആണ്. ഇങ്ങനെ ഒരുപാട് പഠിച്ച് ഒരുപാട് ആളുകളെ കണ്ട് സംസാരിച്ചിട്ടാണ് നമ്മൾ ഓരോ എപ്പിസോഡും ചെയ്യുന്നത്. അപ്പോൾ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് സോളിഫനാസിൻ സുക്കിനേറ്റ് 10 mg ടാബ്ലറ്റ്സ് ആണ്. താങ്ക് യു. ഇവരാണ് നമുക്ക് വിഷയം പഠിക്കാൻ നോട്ട്ബുക്ക് ഒക്കെ ഇവരാണ് തന്നത്. അപ്പോൾ താങ്ക് യു ഫോർ സ്പോൺസറിങ് ദിസ് വീഡിയോ. ഇല്ലടാ റമീസ്ക എന്നാണ്. ആടാ ഗോൾഡൻ ഗ്ലോ എന്താ പറയാ, എന്താ ഉദ്ദേശിച്ച ഈ ഒരു ടെക്സ്ചറിൽ ലൈറ്റ് പതിക്കുമ്പോൾ മൈക്ക് കൊടുക്ക്. ഇങ്ങനെ വെച്ച് സംസാരിക്കണം. ഈ ലൈറ്റിൽ പണിയെടുത്ത് വേർത്ത് മാനേജർ ഈ ടെക്സ്ചറിലേക്ക് വരുമ്പോൾ ഒരു ഗോൾഡൻ ഗ്ലോ വരുന്നു. നമ്മള് വളരെയധികം ആലോചിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്. ഇതൊരു ഡോക്യുമെന്ററി പോലെ ആക്കല്ലേ മൂഡ്. ഈ എപ്പിസോഡിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് റസാലിങ്ങനെ ഒരുപാട് പഠിച്ചു. റൈസിംഗ് മ്യൂസിക്, ടെൻഷൻ എപ്പിസോഡിന്റെ ആർട്ട് ഡയറക്ഷനെ കുറിച്ച് നമ്മള് പണ്ട് ഇത് മറ്റേ എന്തില്ലേ എന്തിനാ നമ്മള് ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചില്ലായിരുന്നു ജാമ്യയില്. ആർട്ട് ഡയറക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന റസാലിനോട് ആർട്ട് ഡയറക്ടറിനോട് നമുക്ക് മാർക്കോയുടെ ഒഫീഷ്യൽ എന്താണ് ഇതിന്റെ ഒരു ഐഡിയ, എന്താണ് ഇതിന്റെ പിന്നിലുള്ള നബിന്റെ ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഫാമിലി വന്നാൽ കൊള്ളാം, രസം ഉണ്ടാവും എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ടോണിലേക്ക് റസാൽ എത്തി എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ എപ്പിസോഡിന് റിസർച്ച് ചെയ്തതിനേക്കാൾ റസാൽ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് മാനേജറിന് എന്താണ് ഈ എപ്പിസോഡിനെ കുറിച്ച് പറയുന്നത്? മാനേജർ വേർത്തു. ഇമോഷണലി ഭയങ്കര കുറച്ച് കയറ്റിയാക്കി. ഇമോഷണലി ഭയങ്കര എപ്പിസോഡാണ്. കുറെ പോയിന്റുകളൊക്കെ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറയാൻ നോക്കട്ടെ, പറയണ്ട. ഇവന്റെ പ്രശ്നം എന്താ പറയുക, അങ്ങനെ അർക്കത്തൊക്കെ തെറ്റിയാ അപ്പൊ പറഞ്ഞു തരും. ഞാൻ വലിയ കാര്യത്തില് എപ്പിസോഡില് കലിമത്ത് എന്തായാലും കലിമത്ത് ഹക്കോ എവിടെ നമ്മൾ പറയൂല. ഷൂട്ടിന്റെ ഇടയിലായാലും ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ 59ാമത്തെ മിനിറ്റ് ആയാലും ഞാൻ പറയില്ല. എടാ എവിടാ നമ്മുടെ ബ്ലോഗർ പാത്തു ഇത് റസൂലിന്റെ കഥയിൽ പറയണ്ട. അതായത് റസൂലിനെ അല്ല പരിചാരകയാണല്ലോ അത് ആ ഉമ്മേനല്ല. ആയിഷ ബീവി റസൂൽ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന കണ്ടപ്പോ റസൂലിനോട് ചോദിച്ചു, റസൂൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കോ. അപ്പോ അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ. റെഡില്ലേ?
ഞാൻ പറയില്ല. ഇതിനു മുമ്പൊന്നും എനിക്ക് അങ്ങനെ വേണ്ടില്ലേ. പിന്നെ ഒരു സമുദ്രം കവിഞ്ഞൊഴുകുന്ന സമുദ്രത്തെ നമുക്ക് ഇങ്ങനെ ചിട്ടപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഞാൻ ചെയ്തില്ല. അപ്പോ സാധാരണ പണ്ഡിതന്മാരുടെ ഇടയിൽ പറയുന്നുണ്ട് ഒരു ശതമാനം ഗൈസ് എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞു ഗൈസ്. ആയ തോന്നിയാലോ എടാ ഇന്ത്യയില് പറ്റൂല. കുത്തിയാ പോരാ. ആ സൗണ്ട് അതിലെടുത്താൽ ഇതിങ്ങനെ നോയിസ് ക്യാൻസലേഷൻ വേണം. അത് ഇങ്ങനെ നിൽക്കിയത്. മതി മതി മതി. ഇത് നീലട്ടോ എപ്പോഴും. ഇതിനെ എനിക്കറിയാം. പച്ച പച്ച പോയി. അന്ന് ചൊല്ലു ഇത്. പച്ച പച്ച ഒന്നുകൂടി നിൽക്കിയാ മതി. അത് നെക്കി. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. പറ്റൂല. ഇറങ്ങുന്നേ പിടിച്ച ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോദിയില്ല. നേടി അൽഹമീനതെന്ന സത്യശീലൻ ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. മുഹമ്മദ് നബിയോരെ കിനാവിൽ ഇനി എത്ര സുജൂദില്ല. ഒഫീഷ്യൽ ഒരു പാട്ടാണ്. ആരക്കത്തോപ്പിലുദിച്ച വിശ്വമോചക, കാരക്കത്തോപ്പിലുദിച്ച വിശ്വമോചക, പൂരത്ത് വന്ന് ചുമടിറക്ക്. ഇതാ കണ്ണു ചെല്ലും ദൂരമൊക്കെ, കണ്ണ് ചെല്ലും ദൂരമൊക്കെ കണ്ണടഞ്ഞ വഴിവിളക്ക്, കൽബിലെ കൈത്തിരി മാത്രം തുണയെനിക്ക്. കണ്ണ് ചെല്ലും ദൂരമൊക്കെ കണ്ണടഞ്ഞ വഴിവിളക്ക്, കൽബിലെ വന്നൻ ചുമടിറക്ക്. ഈ തമസിനപ്പുറത്തൊരു വെളിച്ചമുണ്ടോ, ഈ കലക്കം കഴിഞ്ഞൊരു തെളിച്ചമുണ്ടോ. പാറി പാറി പറന്നെത്തിയ ഹുദ്ഹുദ് പക്ഷി, പറയൂ പ്രളയവെള്ളമിറങ്ങുന്നോ, കര കാണുന്നോ. പാറി പാറി പറന്നെത്തിയ ഹുദ്ഹുദ് പക്ഷി, പറയൂ പ്രളയവെള്ളമിറങ്ങുന്നോ, കര കാണുന്നോ. പിന്നെ ഇതില്ലേ നിർത്തൂല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോഡ്കാസ്റ്റിന്റെ വലിപ്പമുള്ള ബ്ലോഗർക്കാം. അപ്പൊ അതൊക്കെയാണ് ഗൈസ് ഈ എപ്പിസോഡ്. ആദ്യം എല്ലാം എടുത്തു വെക്കാൻ തുടങ്ങി. ഞമ്മക്ക് വലിയ വകുപ്പുകളൊന്നുമില്ല, പൊറ്റ ലൈറ്റ് മാത്രമായി ഞമ്മക്ക് അവസാനം സ്റ്റുഡിയോ പൂട്ടി. സത്യം
ഹലോ ഗൈസ്, നമ്മുടെ എഡിറ്റർ ആണ് ജുലൈബി. അതല്ലോ ജുലൈബി വെസ്റ്റ് സ്റ്റേഷൻ സ്റ്റഡീസ് ക്ലാസ്മേറ്റ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ, മുടി നോക്ക് ബ്രോ ജുലൈബി പ്രതിയുള്ളവന്റെ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെയാണ് ഈ പേര് ജുലൈബീബിന് വരുന്നതാണ് ജുലൈബി പറയുന്നത്. ഇൻഷാല്ലാ നമുക്ക് അതിനെ കുറിച്ച് വിശദമായി പിന്നീട് അറിയാം. നല്ല വിശപ്പുണ്ട്. അപ്പൊ നല്ല വിശപ്പുണ്ട്. ഇന്നത്തേക്ക് നമ്മൾ അവസാനിപ്പിക്കുന്നു. ബൈമിയ കോഫി ഓൺ ആക്കിയിട്ടുണ്ട് എല്ലാ എപ്പിസോഡിനും ശേഷം. ഇനി ആർക്കെങ്കിലും ഞങ്ങൾക്കൊരു ചായ മേടിച്ചു തരാൻ മന്തി മേടിച്ചു തരാൻ പൂതി ഉണ്ടെങ്കിൽ ആ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞങ്ങൾക്ക് മന്തി മേടിച്ചു തരാം. അവരോട് ഈ പോഡ്കാസ്റ്റ് ഇത് കാണാൻ പാടില്ല. ഇല്ലടാ, ഞാൻ ഈ യൂട്യൂബിലോട്ടോടാ. നിങ്ങൾക്കൊരു വ്യൂവർഷിപ്പ് കിട്ടട്ടെ. പറഞ്ഞതിൽ കാര്യല്ലേ? അല്ല, നമ്മളിവിടെ വന്ന് കുത്തിന് വർത്താനം പറയാം. ഓർഡർ ചെയ്തില്ല. ടെൻഷനാണ്. സംസാരിക്കൂലല്ലോ. ഒന്നും സംസാരിക്കരുതല്ലോ. തിന്നുമ്പോ സംസാരിക്കണം എന്നാണ്. പക്ഷേ പോഡ്കാസ്റ്റ് സംസാരിക്കാൻ പാടില്ല. അല്ല സോറി പറഞ്ഞതല്ല, തിന്നുമ്പോ നമ്മള് ഫോണിൽ കളിക്കരുത്. അതാണ് ഞാൻ ചോദിച്ചല്ലോ. ഞാൻ ഓർഡർ ചെയ്യാൻ പോവാണ് 3 കടായി. മുറി ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നു. എങ്ങനെയാ വെച്ചാൽ ചുരുക്കി പറയാം, ഈ ജുലൈബി തന്നെ നാടോ ദേശവും എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ വിരൂപനായിട്ടുള്ള സഹാബി എന്നാണ് അറിയപ്പെടുക. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇയാൾക്കൊരു ഇതുണ്ടായിരുന്നു, എന്താ വെച്ചാൽ പെണ്ണ് കിട്ടൂല. സഹാബി ജുലൈബി തന്നെ എന്തില്ല, പെണ്ണ് കിട്ടൂല, കാരണം വിരൂപനാണല്ലോ. അങ്ങനെ റസൂലിന്റെ അടുത്ത് പോയി അഥവാ ചൊർക്കില്ല, ഐ മീൻ വിരൂപൻ എന്ന് പറയുമ്പോൾ അഗ്ലസ് എന്ന് പറയാം. അഗ്ലസ് മാൻ ഇൻ മദീന എന്ന് പറയുക. അപ്പോൾ അങ്ങനെ പെണ്ണിട്ടില്ല. അവൻ നബിനെ കണ്ട് അങ്ങനെ നബിയുടെ അടുത്ത് പോയി സങ്കടം പറയുമ്പോൾ നബി പറയും, അടുത്തൊരു സഹാബിന്റെ അടുത്ത് പോയിട്ട് മൂപ്പരെ മകളെ ചോദിക്കാന്ന് പറയും. അപ്പോ ആ പെണ്ണ് ഭയങ്കര സുന്ദരിയായിരിക്കും. മദീനയിൽ തന്നെ വളരെ ഭംഗി ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അങ്ങനെ അവിടെ പോയി ചോദിക്കുമ്പോ എന്താക്കും, ചെറിയൊരു സംശയമുണ്ട്. എന്താ വെച്ചാല് ആദ്യം ഇയാള് പറയുമ്പോ ഇയാൾ ചോദിക്കും നബിക്കാണ് കല്യാണം ആലോചിക്കുന്നത്, അഥവാ എന്റെ കഥയില് വ്യത്യാസമുണ്ട്. അവിടെ വ്യത്യാസമുണ്ട്. അല്ല, ഞാൻ കേട്ട കഥയില് അത് റസൂല് പറയും. അല്ലല്ല, ആഫീസ് പറയട്ടെ, ഞാൻ പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കൂ. അവിടെ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. അല്ല, ഫുഡ് അപ്പൊ ഇയാൾ ആഹ്ലാദം കൊണ്ട് എന്താ പറയാ, അള്ളാഹ് സ്തുതിച്ചുകൊണ്ട് പറയുന്നത്. ഇയാള് പറയും, ഈ സാബി പറയും നബിക്ക് വിവാഹം കഴിക്കുന്നതോട് എതിർപ്പില്ല എന്ന് പറയും. അപ്പൊ ഈ ജുലൈബി എന്ത് പറയും, അള്ളാഹുവിന് എന്ത് പറയും, അല്ല എനിക്കാണെന്ന് പറയുമ്പോൾ ഇയാളെന്താക്കും, ഇയാളെ മുഖം മാറും. ഒറ്റയടിക്ക് അത്രയും സന്തോഷം ആഹ്ലാദപൂർവ്വമായിട്ടുള്ളൊരു മുഖം പാടും ഇയാളത്. അപ്പോൾ ഇയാൾ കല്യാണം കഴിപ്പിച്ചതല്ല എന്ന് പറയും. അങ്ങനെ ഈ ജുലൈബി പറയുള്ളവന് വീണ്ടും നബിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും. എന്നുവെച്ചാൽ സങ്കടം പറയും, നബി എന്താക്കിയില്ല, റിജക്റ്റ് ചെയ്തു എന്നുള്ള മട്ടില് ഫുഡ് കഴിച്ചിട്ട്. അങ്ങനെ നബി എന്താ കൂടെ ചെന്നിട്ട് ഈ സഹാബിൻ്റെ അടുത്ത് പോയിട്ട് വീണ്ടും ചോദിക്കും, അങ്ങനെ ഇയാൾക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്തതാണ്, നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്യും, ഈ അഗ്ലസ്റ്റ് മാനിൻ മദീന എന്ന് പറയുന്ന പറഞ്ഞ ജുലൈബി റസൂല് പറഞ്ഞോണ്ട് എന്ത് ചെയ്ത് അയാൾ പിന്നെ നോക്കുന്നുണ്ട്. റസൂൽ അള്ളാഹുവിന്റെ ദൂതന് പറഞ്ഞെന്നുള്ള മട്ടിൽ എന്താക്കും, മറ്റേ കല്യാണം സമ്മതിക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കും. അങ്ങനെ അവരെ കല്യാണം കഴിയും. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ അന്നൊരു യുദ്ധം പുറപ്പെടും. അപ്പോൾ ഈ ജുലൈബി റളിയല്ലാഹു നബി അടുത്ത് പോയിട്ട് യുദ്ധത്തിന് ഇറങ്ങിക്കൊണ്ട് ചോദിക്കുമ്പോൾ നബി പറയും, കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ഇളവ് തെളിയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറ്റി നിർത്തും. പക്ഷെ ഇയാൾക്ക് എന്തായാലും അപ്പുറത്തൊരു യുദ്ധം പുറപ്പെടുമ്പോൾ ഇയാൾക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, ഈ മണിയറയിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ഇയാൾ എന്താക്കും, ഈ ആദ്യ രാത്രിയിൽ എന്താക്കും, പുറത്തേക്ക് ഇറങ്ങും, യുദ്ധത്തിന് വേണ്ടി അവിടെ വീടിട്ടിറങ്ങും. അങ്ങനെ വീടിട്ട് ഇറങ്ങി അന്ന് ഷഹാദത്തായി തിരിച്ചു വരുന്ന ഒരാളായിട്ടാണ് ജുലൈബിന്റെ കഥ. പക്ഷെ ആ കഥ ഭയങ്കര രസമാണ്. അതായത് യുദ്ധാണല്ലോ, അപ്പൊ യുദ്ധത്തിന് ജുലൈബി റളിയല്ലാഹുവിന് ഇളവ് കൊടുത്താണ്. പക്ഷെ യുദ്ധം ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ഒരു നെഗറ്റീവ് സെൻസിലേക്ക് ഇങ്ങനെ പരാജയം മണത്തോണ്ടിരിക്കുന്ന ഒരു മുന്നണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഇരുട്ടത്ത് ഒരാള് കുതിരപ്പുറത്ത് ഇങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങനെ കേറി പോകും. മറ്റേ ബാഹുബലിത്തൊക്കെ ഒരു സീന് പോലെ
മുമ്പോട്ട് ഇങ്ങനെ അപ്പൊ എല്ലാവർക്കും ഭയങ്കര ആവേശമാവും, എല്ലാവരും ഓരോ പിന്നാലെ പോവും. അങ്ങനെ പെട്ടെന്ന് വേവ് മാറും, യുദ്ധത്തിൽ ഇവർ ജയിക്കും. അപ്പൊ ഇവർക്ക് ആർക്കും അറിയില്ല ആരാണ്. മുഖം മൂടി ഇട്ടിട്ടാണ് യുദ്ധക്കളത്തിൽ പോയത്. ആരത് ഏത് സ്വഹാബിയാന്ന് ആർക്കും അറിയില്ല. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് വിജയിച്ച് വിശ്വാസികൾ ജയിച്ച് ഒരിങ്ങനെ തപ്പും ആരൊക്കെ ഷഹീദായി. അപ്പൊ അതിൻ്റെ ഇടയിൽ നേരത്തെ കണ്ട മുഖം മൂടി ഇട്ട ആളെ കാണും. അപ്പൊ നോക്കുമ്പോൾ ഒരു മുഖം തുറന്നു നോക്കുമ്പോൾ ഉണ്ടാവും കല്യാണം കഴിഞ്ഞ ആദ്യരാത്രിയിൽ മണിയറ വെട്ടി യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട് ഷഹീദായ ജുലൈബി റളിയല്ലാഹുവിന്റെ കഥ. അതെന്താ വെച്ചാൽ ഇതിന് വേറെ കഥയുണ്ട്. എൻ്റെ ഉപ്പാക്ക് ഓരോ മക്കൾ ജനിക്കുമ്പോൾ ഉപ്പ അന്ന് വായിക്കുന്ന പുസ്തകത്തിൽ അല്ലെങ്കിൽ അന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരാളെ പേരാണ്. ഉദാഹരണത്തിന് ഞാൻ ജനിക്കുന്ന നേരത്താണ് ഈ കഥ വായിക്കുന്നത്. അങ്ങനെ മുപ്പര് എനിക്ക് ജുലൈബി പേരിട്ടു. അങ്ങനെ എൻ്റെ അനിയൻ ജനിക്കുന്ന നേരത്ത് ആണ് മുപ്പര് ഖാലിദ് മിഷാൽ ഉണ്ടല്ലോ, മുപ്പര് പേര് എന്താക്കി ഹമാസ് നേതാവായിട്ടുള്ള ഖാലിദ് മിഷാലിന്റെ പേര് എൻ്റെ അനിയനിട്ടു. ചെറിയ അനിയൻ ജനിച്ചപ്പം ചെച്ചനിയയിലെ റഷ്യക്ക് സോവിയറ്റ് യൂണിയനെതിരെ പോരാടിയ ഇമാം ഷാമിലുണ്ട്. ഈ ഷാമിലിന്റെ പേരെന്താക്കി എൻ്റെ ഇളയ അനിയനോട്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഉപ്പ ഞങ്ങളെ പേര് കൊണ്ട് സംബന്ധമായിട്ടുള്ള പോരാളികളുടെ ഒരു കുടുംബമാണ് നമ്മളത്. ബാക്കി ചരിത്രം ചിക്കൻ കഴിഞ്ഞു ഗൈസ്.